ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗ്. അപ്പോൾ ഇന്ന് കുറച്ച് നാളത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോസായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു നൊമ്പരം കേട്ടോ. കാരണം മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നിയൊരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാനും എൻ്റെ അമ്മായിമ്മയും എൻ്റെ മൂത്തച്ഛനും ഇളച്ചനും ഓൻ്റെ വൈഫും കുട്ടികളൊക്കെ പോകാൻ കേട്ടോ. ഞങ്ങളിവിടെ ഇത് വോട്ട് ചെയ്യാൻ പോയ ടൈമിന് എടുത്തതാണ് കേട്ടത്. വോട്ടും കഴിഞ്ഞ് എല്ലാവരും ജയിച്ചും ചെയ്ത് എന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ ഇത് എടുക്കാൻ കാരണം എൻ്റെ അമ്മായിമ്മ കേട്ടോ. എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്തോ, പിന്നെ എനിക്ക് ഇന്ന് ഇടണ്ട എപ്പോഴേലൊക്കെ എനിക്ക് ഇടാലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേട്ടോ ഞങ്ങളിത് എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളെ പിന്നെ പുത്തുമല വന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം 2019 ഉരുൾപൊട്ടിപ്പോയ ആ ഇതിലുള്ള ആൾക്കാരാട്ടോ നമ്മളൊക്കെ. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ അനിയൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ടില്ല, അതാണോ എൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഇത് റിസോർട്ടൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഈ പ്രളയമൊക്കെ നടക്കുന്നതിൻ്റെ കുറേ മുന്നേ കേട്ടോ. നല്ലൊരു വീടായിരുന്നു കേട്ടോ. നല്ല ബെഡ്റൂമും 2 ബെഡ്റൂമുണ്ട്, പിന്നെ വലിയ ഹാളും സിറ്റ് ഔട്ടും അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. അടുക്കളയൊക്കെ വലിയ 2 അടുക്കളയൊക്കെ ആയിട്ട് അതിന് നല്ല സൗകര്യമുള്ളൊരു വീടായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി എല്ലാ പണിയും കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ ഇൻഷാ അള്ളാ എന്ത് ചെയ്യാനാണ്. പിന്നെ ഞങ്ങൾ താമസിച്ചതിനേക്കാളും കുറച്ച് മേലെയായിരുന്നു കേട്ടോ. ഞങ്ങൾ തറവാട്ടിലായിരുന്നു കേട്ടോ. അതൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അത് പറയാനല്ല ഞാൻ വന്നത്. അപ്പോൾ ആ ഒരു പിന്നെ പ്രളയത്തിൻ്റെ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും അറിയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് കണ്ടോ, മുണ്ടക്കയിൽ പ്രളയം നടന്ന അവരെ മറവ് ചെയ്തതാണ്. അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിൽ വന്നതിന്. കാരണം ഭയങ്കര ഒരു ഇടങ്ങേറ് കേട്ടോ അത് കണ്ടപ്പോൾ. കാരണം മതമോ പിന്നെ എന്താ പറയുക, മതത്തിൻ്റെ ഇതില്ല, പിന്നെ ചെറുതും വലുതും ഒന്നും പ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും നമ്മളൊക്കെ പോകേണ്ട ആൾക്കാർ തന്നെ. പക്ഷെ എന്തോ ഭയങ്കര ഒരു വേദന അത് കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ പ്രളയത്തിൻ്റെ ആഘാതം എന്താണെന്നുള്ളത് ശരിക്കും അറിയാം. കാരണം ഞങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഭയങ്കര ഒരു വേദന, എത്ര വേദന അനുഭവിച്ചിട്ടായിരിക്കും അവർ ആ മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറ്. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും ഇത് എടുത്തില്ല. പിന്നെ ഞങ്ങളങ്ങനെ പോകുകയും ചെയ്തു. ഏറി വന്നൊരു 10 മിനിറ്റൊക്കെ അവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേഗം പോകുകയും ചെയ്തു. ഇതൊരു വൈകുന്നേരമായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ടാട്ടോ അത് ഇതിലിട്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ പോരുന്ന വഴിയിലുണ്ട് ഒരു മോനിങ്ങനെ പിന്നെ ഉണ്ണിയപ്പം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാവപ്പെട്ട ഒരു മോനാണ്, ഒരു സൈക്കിളിൽ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരുന്ന് 2 കൂട് ഉണ്ണിയപ്പത്തിൻ്റെ വാങ്ങിക്കാണ്ട് പിന്നെ ഞങ്ങളങ്ങനെ ഇവിടെ വീട്ടിലെത്തി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ടാട്ടോ ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ ഇതേ അവരെ വീടിൻ്റെ മുറ്റത്ത് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ മേലിന് ഉമ്മാൻ്റെ അവിടെ നിന്ന് അനിയൻ്റെ വൈഫും കുട്ടികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ അങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. കുട്ടികളെ കൂടെ അങ്ങനെ കളിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ മുണ്ടക്കായ് പൊട്ടിയിട്ടൊന്നും ഇതുവരെ പോയി കണ്ടിട്ടുമില്ല, ഒന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഒരു പേടിയും ഭയങ്കര വേഗം ഞാൻ കരയും, അങ്ങനത്തെ ഒരാളാട്ടോ ഞാൻ. എനിക്കങ്ങനെ സങ്കടമൊന്നും വേഗം പിടിച്ചെടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടുമില്ല കേട്ടോ. ഇത് എന്തോ പിന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് കാണുന്ന മാതിരിയായി പോയത്. കാരണം അവിടെ പോകുമെന്ന് എനിക്ക് അങ്ങനെ അത്ര വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. അങ്ങനെ പോയതുകൊണ്ട് പിന്നെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എൻ്റെ ഇതിൽ നോക്കിയാൽ തന്നെ എനിക്കറിയാം അധികം വലിയ തോനൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടുമില്ല. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടും ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളവിടെ എത്തിയ മാതിരി തന്നെ സംഭവം. കാരണം അങ്ങനെ ഒന്ന് എടുത്തതാണ്, അല്ലാതെ പിന്നെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഈ ജ്യൂസിൻ്റെ വീഡിയോ അത് നമ്മൾ വിട്ടിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ ആ വീഡിയോസ് കുറച്ചുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടി ഇതിൽ കൂട്ടിയത് കേട്ടോ. പിന്നെ ജ്യൂസ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസൊന്നും പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മുന്തിരി ജ്യൂസാണ് ഇട്ടത്. ഞാനത് തിളപ്പിച്ചിട്ട് പിന്നെ ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് അടിക്കുന്നത് കേട്ടോ. പിന്നെ മാപ്പിളയായിട്ട് അടിക്കുന്നത്. അപ്പോൾ ഓർക്കൊക്കെ പിന്നെ എന്തെങ്കിലും ഒന്ന് കണ്ട ആ ടൈമിന് തന്നെ വേഗം സെറ്റപ്പ് ആക്കണം. ഞാനൊക്കെ ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ളതിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായി കിട്ടണം ഒക്കെ. അങ്ങനെ കുട്ടികൾ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ ആ ടൈമിനാണ് ഇപ്പോൾ അവർക്ക് കളിച്ച് വരുമ്പോഴത്തേന് ഇതായിക്കൊല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തിളപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കും. നല്ല ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അടിക്കാറുള്ളത് ഇത്. പിന്നെ അല്ലെങ്കിൽ തൊണ്ടയൊക്കെ നല്ല ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നല്ല കട്ടിയിലുണ്ടാവും, നല്ല പിന്നെ ടേസ്റ്റാണ് കുടിക്കാനുണ്ടാകുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്